ഒരു പ്രീമിയം ലക്ഷറി അപ്പാർട്ട്മെന്റ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ മലബാറിലെ ദ ബെസ്റ്റ് ഓപ്ഷൻ TG1 പ്രോപ്പർട്ടീസ് ആണ്. സോ ഫോർ ബുക്കിംഗ് ആൻഡ് മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് us. വാടി തളർന്നു വന്നതല്ലേ, ഒരു ചുക്ക് കാപ്പി കുടിച്ചു തുടങ്ങാം. ഇത് വേദി 1 പ്രധാന വേദിയുടെ മുൻപിൽ കേരള പോലീസ് ഓഫീസ് അസോസിയേഷൻ്റെ ചുക്കുകാപ്പി വിതരണ കേന്ദ്രത്തിന് മുൻപിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഇപ്പം മത്സരാർത്ഥികളും അധ്യാപകരും അതേപോലെ തന്നെ കലോത്സവം കാണാനെത്തിയ ഒരുപാട് ആളുകളുടെയും തിരക്കാണ്. ഈ ചുക്കുകാപ്പി കുടിച്ച് അവരുടെ ക്ഷീണം മാറ്റാം. നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ ഇവിടെയുള്ള സംഘാടകരോട് തന്നെ ചോദിക്കാം. നമ്മളോടൊപ്പം സുനിൽ സാർ ചേരുന്നുണ്ട്. സാർ, ഇവിടെ ഇപ്പോൾ പ്രധാന വേദിയിൽ ഒരുപാട് ആളുകൾ ചുക്കുകാപ്പി കുടിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പം ഒരു പോലീസ് സേനാംഗങ്ങൾ ഇങ്ങനെ ഒരു സേവനം ഒരുക്കിയതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? കേരള പോലീസ് അസോസിയേഷൻ കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി ഇതാദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇവിടെ ആരുമില്ല ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. കാരണം 2022 കേരള കലോത്സവം നടക്കുന്ന സമയത്ത്, സ്കൂൾ കലോത്സവം കോഴിക്കോട് സിറ്റിയിൽ വെച്ച് നടക്കുന്ന സമയത്ത് വെസ്റ്റീൽ മൈതാനത്ത് ചുക്കുകാപ്പി നമ്മൾ വിതരണം ചെയ്തു. അത് കേരളം ഒട്ടുക്ക് പ്രശംസ പിടിച്ചു പറ്റിയ മന്ത്രിതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും വലിയ വലിയ DGP മുതൽ താഴോട്ടുള്ള ഉദ്യോഗസ്ഥരും നമ്മുടെ പൊതുമരാമത്ത് മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ വന്ന് അതിൻ്റെ രുചിക്കൂട്ട് അറിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ മുൻകാല പ്രവർത്തകർ അല്ലെങ്കിൽ മുൻകാല സെക്രട്ടറിമാർ തുടങ്ങി വെച്ച പ്രവർത്തനം തുടരുന്നു എന്നേ ഉള്ളൂ. ഈ സംഘാടക സമിതി നമ്മളോട് ആവശ്യപ്പെട്ടത് വെള്ളം കൊടുക്കാനായിരുന്നു. കുടിവെള്ള വിതരണത്തിന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ സ്കൂൾ സംഘാടക സമിതി നമ്മളെ സമീപിച്ചിട്ടുള്ളത്. ആ സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഈ കോഴിക്കോട് ജില്ലയിൽ പല മേഖലകളിലും മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനി പോലെയുള്ള പല മാരക അസുഖങ്ങൾ വന്നത് കാരണം നമുക്കൊന്ന് മാറ്റി ചിന്തിക്കാമെന്ന് കരുതി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ഒരു സഹോദര സംഘടന എന്ന് വേണമെങ്കിൽ പറയാം, ഫയർഫോഴ്സ് അസോസിയേഷൻകാർ കുടിവെള്ളം കഴിഞ്ഞ സ്കൂൾ കലോത്സവ മീറ്റിലും കുടിവെള്ളം വിതരണം ചെയ്ത് അവരായിരുന്നു. അപ്പോൾ നമ്മൾ ചുക്ക് കാപ്പിയിലേക്ക് തിരികെയായിരുന്നു. ചുക്ക് കാപ്പി എന്ന് പറഞ്ഞാൽ കേവലം ഒരു ചുക്കോ കാപ്പിയോ മാത്രം ഇട്ടിട്ടുള്ള ഒരു കാപ്പിയല്ല, ഇതൊരു മരുന്ന് കൂട്ടാണ്. 13 ഇനം മരുന്നുകൾ കൂട്ടിക്കൊണ്ട് ഇവിടെ വരുന്ന വിദ്യാർത്ഥികളുടെ സംരക്ഷണവും കരുതലും രക്ഷിതാക്കൾക്കായാലും വിദ്യാർത്ഥികൾക്കായാലും കലോത്സവത്തിനെത്തുന്ന ഓരോരുത്തർക്കും ഈ പൊടിപടലങ്ങൾ കയറിയിട്ടുള്ള അസുഖം തടയാനും അതുപോലെ മഞ്ഞിൽ നിന്ന് പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടിയുള്ള ഒരു മരുന്നാണ് ഞങ്ങൾ വിതരണം ചെയ്യുന്നത്. ഇത് തീർച്ചയായിട്ടും പൊതുജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. നമ്മുടെ മാതൃക പിന്തുടർന്നുകൊണ്ട് കോട്ടയത്തായാലും ഇപ്പോൾ റൂറൽ പേരാമ്പ്ര ജില്ലയിൽ കഴിഞ്ഞ വർഷം നടന്ന സ്കൂൾ കലോത്സവത്തിലും ചുക്ക് കാപ്പിയായിരുന്നു വിതരണം ചെയ്തിരുന്നത്. സേവനം, സംഘാടനം, അതിലൂടെ ആതിഥ്യം വഹിക്കുക. ഇവിടെ വരുന്ന ഓരോ ആളുകളെയും സ്നേഹത്തോടെ സ്വീകരിക്കുന്നു, അവർക്ക് ചുക്കുകാപ്പി വിതരണം ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പ്രവർത്തനം, ഈ ഒരു കൂട്ടായ്മയെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും, അതായത് ഒരു പൊതുജനവും പോലീസും തമ്മിലുള്ള ജനമൈത്രി പോലീസ് വന്നതോടുകൂടി പൊതുജനവും പോലീസും തമ്മിൽ കൂടുതൽ അടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോ മേഖലയിലും കാണാം. കോഴിക്കോട് ജില്ലയിൽ പ്രളയം ആദ്യമായി വന്ന സമയത്ത് കോഴിക്കോട് ജില്ലയിൽ നിന്ന് കളക്ടറേറ്റിൽ കളക്ഷൻ സെൻറ്റർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പോലീസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ കളക്ഷൻ തുടങ്ങുകയും 2-3 വാഹനങ്ങളിൽ നമ്മൾ ആദ്യഘട്ടം എന്ന നിലയിൽ വയനാടേക്ക് നമ്മൾ ലോറിയിൽ കയറ്റിപ്പോയൊരു വ്യക്തി കൂടിയാണ് ഞാൻ. അപ്പോൾ മുൻകാല സെക്രട്ടറിമാരൊക്കെ തുടങ്ങി വെച്ചതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതായത് ജനങ്ങൾക്ക് കൂടുതൽ പ്രതിബദ്ധതയോടുകൂടി കാര്യങ്ങൾ കരുതലും സേവനവും സ്നേഹവും സംഘാടനത്തെ നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല നമ്മുടെ പോലീസ് സൊസൈറ്റികൾ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ട്. കോഴിക്കോട് സിറ്റി പോലീസ് എംപ്ലോയീസ് സഹകരണ സംഘവും കോഴിക്കോട് സിറ്റി പോലീസ് എംപ്ലോയീസ് സഹകരണ സ്റ്റോറും നമ്മളെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ട്. പോലീസ് സംഘടന മാത്രമല്ല സൊസൈറ്റികളും നമ്മളെ പിന്നിൽ അടിയുറച്ച് സാമ്പത്തിക സഹായം നൽകുന്നതുകൊണ്ടാണ് ഇത്രയും വലിയൊരു പരിപാടികൾ. നൈറ്റ് റെസ്റ്റ് കഴിഞ്ഞ് വന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് മിക്കവാറും ഇവിടെ വന്ന് ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും കഴിഞ്ഞ നൈറ്റ് റെസ്റ്റിന്, അല്ലാതെ ഇതിനായിട്ടൊരു റെസ്റ്റ് നമുക്കില്ല, കഴിഞ്ഞ നൈറ്റ് ഡ്യൂട്ടി റെസ്റ്റ് സമയത്താണ് വന്ന് ഇവിടെ സേവനം ചെയ്യുന്നത്. അത് പൊതുജനങ്ങളോടുള്ള ഞങ്ങളുടെ ഒരു കമ്മിറ്റ്മെൻറ്റാണ്, ഒരു കരുതൽ കൂടെയാണ്. സാറ് കാപ്പി കുടിച്ചോ? കാപ്പി കുടിച്ചു. എങ്ങനെയുണ്ട് ഈ ഒരു ചുക്ക് കാപ്പി? നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. വളരെ രസകരമായ ഒരു ചുക്ക് കാപ്പിയാണ്. പണ്ട് കാലങ്ങളിൽ വീടുകളിലൊക്കെ ഉണ്ടാക്കി കിട്ടുന്ന ഒരു പഴയ രുചിയിലാണ് നമുക്ക് ഈ ചുക്ക് കാപ്പി കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ ക്ഷീണമായി ഒരു ആവേശം, ഒരു ഉണർവ് കിട്ടി. ഓക്കെ. ഉമ്മത്തൂർ സഖാഫത്ത് സ്ഥാപനങ്ങളുടെ പ്രസിഡന്റും സ്ഥാപകനുമായ പ്രൊഫസർ P. മമ്മു സാഹിബ് എഴുതിയ പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം 2024 നവംബർ 28 വൈകിട്ട് 5 മണിക്ക് ഉമ്മത്തൂർ സഖാഫത്ത് ക്യാമ്പസിൽ. ഏവർക്കും സ്നേഹ സ്വാഗതം.